ഗൈസ് വെൽക്കം ബാക്ക്. നമസ്കാരം. തോറ്റു, വീണ്ടും തോറ്റു. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തോൽവി ഒരു പുത്തരിയല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ അട്ടപ്പട്ടലമായിട്ടുള്ള രണ്ട് ടീമുകൾ തമ്മിലായിരുന്നു ഇന്നത്തെ കളി. യുണൈറ്റഡും സ്പേഴ്സും എല്ലാവർക്കും അറിയുന്നത് പോലെ. എന്നിട്ട് പോലും ഇങ്ങനെ അടപടലായിട്ട് നിൽക്കുന്ന സ്പേഴ്സിനോട് പോലും നമുക്ക് ഒന്ന് ജയിക്കാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് കളിക്കുകയെങ്കിലും ചെയ്യായിരുന്നു. എന്തൊക്കെയോ ശ്രമിച്ചു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. എന്താ പറയുക, അമോറിമിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടിട്ട്, അവൻ്റെ ആ ഇരുത്തം കണ്ടിട്ട് ആ ഭൂമി പിളർന്നൊന്ന് താഴോട്ട് പോയാൽ മതിയായിരുന്നു എന്നുള്ള പോലത്തെ അവസ്ഥയായിരുന്നു അമോറിമിൻ്റെത്. ബ്രൂണോ എന്താണ് അവൻ? ഒരു ക്യാപ്റ്റനാണ്, ഒരു ക്യാപ്റ്റൻ്റെ മെൻറ്റാലിറ്റിയുള്ള ഒരു പ്ലെയറാണ് അവൻ. മനസ്സിലാവുന്നില്ല ചങ്ങായിൻ്റെ കളി. എന്താണ് അവനാ കളിച്ചു കൂട്ടുന്നത്? എന്താണ് അവനാ മിഡിൽ കളിച്ചു കൂട്ടുമ്പോൾ ബോൾ കൺട്രോൾ പോയിട്ട് ബോൾ ഒരുമാതിരി മര്യാദക്കുള്ള പാസ് പോലും ഇല്ല. ഇന്നത്തെ കളിയിൽ എടുത്ത് പറയാൻ ആകെ കളിച്ചത് ആ ഒരു സിറിക്സിയാണ്. സിറിക്സി കുറച്ച് എന്തൊക്കെയോ ശ്രമിച്ചു എന്ന് പറയാം. അറ്റ്ലീസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് എന്തൊക്കെയോ കാണിച്ചു. പിന്നെ ഗർനാച്ചോനെ പിന്നെ നമുക്ക് പറയേണ്ടില്ലല്ലോ. അവൻ്റെ ഷോട്ടും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു 2-3 നല്ല സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ഷോട്ടായിരുന്നു ഗർനാച്ചോൻ്റെ. പക്ഷേ ഇന്ന് അവരുടെ ഗോളിയും അറ്റ്ലീസ്റ്റ് നല്ല കളി കളിച്ചെന്ന് തന്നെ പറയേണ്ടി വരും. ബാക്കി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ ആണോ അമോറിം ഉദ്ദേശിച്ചത്. എന്താണ് ഇന്ന് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഇവന്മാർ ബോളിന് വേണ്ടിയിട്ട് പ്രസ് ചെയ്യുന്നില്ല. കിട്ടിയാലാണെങ്കിൽ ഒരുമാതിരി ഊളക്കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും നല്ലത് റെലഗേറ്റ് ആവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഒന്നിക്ക് അമോറിം ഇപ്പോൾ റെസിഗ്നേഷൻ ഇട്ടിട്ട് പോകണം. അവൻ്റെ നല്ലതിന് അതാണ്. പിന്നെ ഞാനൊന്ന് എടുത്ത് പറയുന്നത്, ഈ ലോകത്തുണ്ടല്ലോ, ഈ വേൾഡ് ഇത്രത്തോളം ടെൻഷനും ഫ്രസ്ട്രേറ്റഡും ആവുന്ന ഫാൻസ് വേറെ ഉണ്ടാവില്ല. സത്യം പറയാം ഭയങ്കര വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. ഇത് കളിയാക്കാനും ട്രോൾ ചെയ്യാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷേ തുറന്നു പറയാൻ ഇത് കേട്ട് മരവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരവിച്ച അവസ്ഥയിലാണുള്ളത്. അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ ജയിക്കണ്ട. ഇവന്മാർക്ക് താല്പര്യമില്ല, ഇവന്മാർക്ക് ആഗ്രഹമില്ലെങ്കിൽ പണ്ടാരടങ്ങട്ടെ, ജയിക്കണ്ട. അറ്റ്ലീസ്റ്റ് ഒന്ന് ഡ്രോ അടിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം. അതുപോലും ഇവന്മാരുടെ സൈഡിൽ നിന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമോറിം എന്തുകൊണ്ട് സബ് ചെയ്തില്ല? സത്യമാണ്, ഇഞ്ചുറിയാണ്, ഒരു പ്ലേയേഴ്സ് ഇല്ല. സബ് കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാ അടി കളിവും എന്താണ് നഴ്സറി സ്കൂൾ വിട്ട പോലെയായിരുന്നു. ലിൻഡലോഫ് ഒഴികെ ഒരുത്തനില്ല, എല്ലാം ക്യാരിങ്ടൺ എനിക്ക് തോന്നുന്നു വിലക്ക് വാങ്ങി തന്നുണ്ട്. തൂക്കിയെടുത്ത് വാ മക്കളെ പോരി എന്ന് പറഞ്ഞിട്ട് ബസ്സിൽ ട്രെയിനിൽ കയറ്റിയിട്ട് കൊണ്ടുവന്നതായിരിക്കും എല്ലാത്തിനും. അറ്റ്ലീസ്റ്റ് ഒരു 75 എന്തുകൊണ്ട് അമോറിം ആ ഒബീനെ കൊണ്ടുവന്നില്ല? ഈ ഹോയ്ലുണ്ട് മോനല്ല, എന്തിനാണ്? ഒരു ഷോട്ടാണ് അവനുള്ളത്. അവനൊക്കെ ഒരു സ്ട്രൈക്കറാണ്, പ്രോപ്പർ സ്ട്രൈക്കറാണോ? 75 മില്യണൊക്കെ കൊടുത്ത് കൊണ്ടുവന്ന ഇവനൊക്കെ എവിടത്തെ കളിക്കാരനാണ്? അത്ര പൈസ പോലും സിറ്റി മർമൂഷിന് കൊടുത്തിട്ടുണ്ടാവില്ല. ഇത്ര പൈസ പോലും നമ്മൾ ഈ ഹോയ്ലുണ്ടിന് കൊടുത്ത പൈസ പോലും മർമൂഷിന് കൊടുത്തിട്ടില്ല. ഇവൻ വന്നിട്ട് എത്രയായി ഇവിടെ? ഇനിയും അഡാപ്റ്റ് ആവണം, ഇവന് ഇനിയും ടൈം കൊടുക്കണം. എന്ത് ഒലക്കല ടൈം ഇവനിക്ക് കൊടുക്കേണ്ടത്? മർമൂഷ് ഇന്നലെ വന്ന മർമൂഷ് അവന് കഴിഞ്ഞ ദിവസം ഹാട്രിക് അടിക്കാൻ പറ്റുമെങ്കിൽ എന്താണ് വ്യത്യാസം? ഇവനാണെങ്കിൽ പ്രോപ്പർ സ്ട്രൈക്കർ. അറ്റ്ലീസ്റ്റ് ബോളൊന്ന് കൺട്രോൾ ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒന്ന് ബോക്സിൽ നിന്ന് കൊടുക്കുക. ഒരു തേങ്ങക്കും ഇവനെ കൊണ്ട് കഴിയുന്നില്ല. ഒരു പണ്ടാരടങ്ങിയ പോലത്തെ ഒരു സ്ട്രൈക്കറും. ആകെ ചടച്ചു പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അമോറിമിനോട് നല്ല ദേഷ്യമുണ്ട്. പിള്ളേരായിക്കോട്ടെ, അണ്ടർ 17, അണ്ടർ 18, അണ്ടർ 21, എന്ത് മണ്ണാൻ കെട്ടി ആയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു 75 അവനൊന്ന് സബ് ഇറക്കാൻ പാടില്ലേ? ഇത്രത്തോളം വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇവൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും? ബാക്കി എല്ലാ മാനേജേഴ്സും ടൈം കൊടുത്തിട്ടുണ്ട്. ചിതോ ഒബി മാർട്ടിനൊക്കെ ചെറിയ പയ്യനാണ്, 17 ഇയേഴ്സേ ഉള്ളൂ. പക്ഷേ അവൻ ഗോൾ അടിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. 75 മിനിറ്റ്സിൽ 90 മിനിറ്റ്സിൽ എന്തിനിത് നാട്ടുകാരെ കാണിക്കാനാണ് ഇവൻ ഇറക്കി വിട്ടത്? വല്ലാണ്ട് ഫ്രസ്ട്രേറ്റ്. എന്താ പറയുക, ആകെ
പക്ഷേ ഞാൻ ആ പറഞ്ഞ തന്നെ ഈ ലോകത്ത് ഇത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഫാൻസ് വേറെ ഉണ്ടാവില്ല. ഒരു ക്ലബിനും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. അത് 100% ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നമ്മൾ അനുഭവിക്കുന്ന ഇത്രത്തോളം ഒരവസ്ഥ ഉണ്ടല്ലോ, ഇത് വേറൊരാൾക്കും ഉണ്ടാവില്ല. അടുത്ത 13ാം സ്ഥാനത്താണ്, കളി ജയിച്ചാലും തോറ്റാലും 13th എന്ന് പറഞ്ഞിട്ട് ട്രോളിയെ എല്ലാവർക്കും അടുത്ത ട്രോളാനുള്ളതായിട്ടുണ്ട്. 15-ലെത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 15-ലെത്തിയിട്ടുണ്ട്. ഇനി കൂടിപ്പോയിക്കാനാൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു 2 മാസം കൊണ്ട് നമ്മൾ റെലഗേറ്റ് ആവുന്നതായിരിക്കും. സെക്കൻഡ് ഡിവിഷൻ കളിയൊക്കെ എങ്ങനെ കാണാൻ പറ്റുന്നു ഇപ്പം തന്നെ നോക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത കളി എവർട്ടനാണെങ്കിൽ നമ്മുടെ ഡേവിഡ് മോയിസ് വന്നതിന് ശേഷം അവന്മാരെന്തോ ഉത്തേജക മരുന്ന് കുത്തിവെച്ച പോലത്തെ കളിയാണ് കളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരൊറ്റ കളിയെങ്ങനെ തോറ്റിട്ടുള്ളൂ. നമ്മളെയൊക്കെ കടത്തി വെട്ടി അവന്മാരവിടെ എത്തിയിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. അവസ്ഥയാണ്, ഇഞ്ചുറിയാണ്. ഓൾമോസ്റ്റ് എല്ലാ പ്ലെയേഴ്സും പോയി. ഈ മാനേജ്മെൻറ്റിനെയൊന്നും എത്രത്തോളം ചീത്ത പറഞ്ഞ എത്രത്തോളം വീഡിയോ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ വായിൽ വെള്ളം പറ്റുക നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാന്നല്ലാണ്ട് ഇവന്മാർക്കൊന്നും ഇതിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക ആ ക്ലബ് ആ മനസ്സിൽ പോലും ഉണ്ടാവില്ല. അത്രത്തോളം ഫ്രസ്ട്രേറ്റ്. 4 സ്ട്രൈക്കർ ഉണ്ട്, അതുണ്ട് ഇതുണ്ട്. ഇപ്പം ഇഞ്ചുറി ആയി അമാദ് പോയി. എന്ത് മണ്ണാങ്കട്ടി എനിക്ക് കാണിക്കുക ഇന്നത്തെ കളി. പിന്നെ ഇവന്മാർ ഈ എന്ത് ഹൊയിലുണ്ട് എത്രയാണ് വീഴുന്നത്, എന്താണ് ഇവന്മാരുടെ കാലിൻ്റെ അടിയിലൊക്കെ എന്താ വെളിച്ചെണ്ണ തേച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലും ഇല്ല. കംപ്ലീറ്റ്ലി പോവുക, അടിച്ച് പണ്ടാരടങ്ങിപ്പോയി എന്ന് പറയില്ലേ, അതാണ് അവസ്ഥ. ഇനിയൊരു തിരിച്ചു വരവില്ല ശശിയെ, അതാണ്. ഇനിയൊരു തിരിച്ചു വരവില്ല. കംപ്ലീറ്റ്ലി ഔട്ടായി. ബൈ ഗൈസ്.